മലയാളി സിസ്റ്റേഴ്സിന്റെ ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ വിവാദങ്ങൾ നടക്കുകയാണ്. BJP ഒക്കെ വലിയ രീതിയിൽ പ്രതിരോധത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്താണ് ആ ഇഷ്യൂ എന്ന് പറഞ്ഞു തുടങ്ങാം നമുക്ക്. അവരെ അറസ്റ്റ് ചെയ്യുക മാത്രമല്ല ഷിബിലി, ഇപ്പോൾ റിമാൻഡ് ചെയ്ത് അവർ ഇന്നലെ ജയിലിലാണ്. ഇന്നിപ്പോൾ കോടതി അവരുടെ ജാമ്യം പരിഗണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് അവരുടെ ജാമ്യം കോടതി പരിഗണിക്കുകയായിരിക്കും. അപ്പോൾ ജാമ്യം കിട്ടാൻ പക്ഷേ സാധ്യതകൾ കുറവാണ്. അതെന്തുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിലേക്കൊക്കെ ഞാൻ വരാം. പക്ഷേ ഷിബിലി ആദ്യം ചോദിച്ച പോലെ ഈ സംഭവം എന്താണെന്ന് പറയാം. ഛത്തീസ്ഗഡിലെ ദുർഗ് എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് 4 പെൺകുട്ടികൾ വരുന്നു. അതിൽ ഒരെണ്ണം ആദിവാസി പെൺകുട്ടി അടക്കം 4 പെൺകുട്ടികൾ. ആ പെൺകുട്ടികൾ വന്ന് അവിടെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥർ വന്ന് എന്താണ് കാര്യം എന്ന് ഇവരോട് ചോദിക്കുന്നു. അപ്പോൾ ടിക്കറ്റ് എവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ടിക്കറ്റ് ഇല്ല, പ്ലാറ്റ്ഫോം ടിക്കറ്റും ഇല്ല. അപ്പോൾ ആ ഉദ്യോഗസ്ഥർ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് അവർ പറയുന്നത്, 2 സിസ്റ്റേഴ്സ് ഞങ്ങൾക്കുള്ള ടിക്കറ്റുമായി വരും, ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ടിക്കറ്റ് ഇല്ല പക്ഷേ ടിക്കറ്റുമായി വരും എന്ന് പറയും. സാധാരണ പൊതുവെ ചെറിയ റെയിൽവേ സ്റ്റേഷനൊക്കെ ആയതുകൊണ്ടാണ്, അല്ലാതെ വലിയ റെയിൽവേ സ്റ്റേഷനിലൊന്നും ഇത്തരത്തിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഒന്നും ആരും തന്നെ ചോദിക്കാറില്ല. നമുക്കറിയാമല്ലോ, പ്രത്യേകിച്ച് കേരളം വിട്ടതൊന്നും സംഭവിക്കാറില്ല. അപ്പോൾ ഇത് സംഭവിക്കുന്നു. ഈ സിസ്റ്റേഴ്സ് വരുന്നു. സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അവർ ചേർത്തല കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു അസീസി സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗാർഡൻ സിസ്റ്റേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന സിറോ മലബാർ സഭയുടെ കീഴിലുള്ള സിസ്റ്റേഴ്സാണ്. അപ്പോൾ അവർ അവിടെ നോർത്ത് ഇന്ത്യയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവർ വരുന്നു. അവർ വരുമ്പോൾ ആ 2 പേരും തന്നെ മലയാളികളാണ്. ഒന്ന് ഏറ്റവും ആദ്യത്തെ ആളെന്ന് പറയുന്നത് പ്രീത മേരി, അവർ അങ്കമാലിക്കാരിയാണ്. അവരാണ് ഇപ്പോൾ 1ാം പ്രതി ആയിരിക്കുന്നത്. 2ാം പ്രതി എന്ന് പറയുന്നത് വന്ദന ഫ്രാൻസിസ് എന്ന് പറയുന്നത് അവർ കണ്ണൂരുള്ളവരാണ്. അവരാണ് 2ാം പ്രതി അയക്കുന്നത്. അപ്പോൾ ഈ 2 പേരെ ഇപ്പോൾ റിമാൻഡ് ചെയ്തേക്കാണ് 14 ദിവസത്തേക്ക്. അപ്പോൾ ഇന്ന് ജാമ്യം കിട്ടുമോ ഇല്ലെന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ വരുന്നു. ഇവർ വരുന്നതിനോടൊപ്പം തന്നെ അവിടെയുള്ള TT വന്ന് ഇവരോട് നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ TT ടിക്കറ്റ് എക്സാമിനറൊക്കെ തന്നെ ബജ്രംഗ് ദൾ പ്രവർത്തകരെ വിവരം അറിയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ബജ്രംഗ് ദളിനെയൊക്കെ പ്രവർത്തകർ നേരെ വരുന്നു. ഇത്തരത്തിൽ ഒരു മനുഷ്യക്കടത്തോ അല്ലെങ്കിൽ മതം മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് എന്നുള്ള സംശയം അയാൾ അറിയിക്കുന്നത് അവിടുത്തെ പോലീസിനൊന്നുമല്ല. മനസ്സിലാക്കണം, ബജ്രംഗ് ദൾ പ്രവർത്തകരെയാണ് അറിയിക്കുന്നത്. അവർ 40ഓളം 50ഓളം പേര് വരുന്നു. ആ 50ഓളം പേര് വരുന്നു. അവിടെ വലിയ പ്രശ്നമാകുന്നു. ഇത് മനുഷ്യക്കടത്താണ്, മതം മാറ്റമാണ് എന്നൊക്കെയുള്ള പേരിൽ രാവിലെ 8:30 ഉണ്ടാകുന്ന സംഭവത്തിന് ഏതാണ്ട് 5:11 ആയപ്പോഴേക്കും FIR ഇടുന്നു, കേസെടുക്കുന്നു. കേസെടുക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, അതിലൊരു പെൺകുട്ടി മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആ ആദ്യം തന്നെ ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർക്കും ടിക്കറ്റ് എക്സാമിനർക്കും എല്ലാവർക്കും തന്നെ ഇവരുടെ മാതാപിതാക്കൾ കൂടി സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ഉത്തർപ്രദേശിലെ ആഗ്രയിലേക്ക് ജോലിക്ക് പോവുകയാണ്, ആ ജോലിക്ക് കൊണ്ട് ആക്കാൻ വേണ്ടി പോവുകയാണ് എന്നൊക്കെയുള്ള പല കാര്യങ്ങളും പറഞ്ഞു നോക്കുന്നു. അതൊക്കെ തന്നെ ഇന്ത്യയുടെ ഗതികേടാണ്. കാരണം ബജ്രംഗ് ദൾ പ്രവർത്തകരൊന്നും ഇത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷെ അവിടത്തേക്ക് സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ബോധ്യപ്പെടുത്തി ഇവർ ശ്രമിക്കുന്നു. പക്ഷേ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെയൊക്കെ സമ്മർദ്ദത്തിന് വഴങ്ങി പോലീസ് കേസെടുക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ പ്രശ്നത്തിൽ ഷിബിലി അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഒന്ന്, TT പോലൊരാൾ അദ്ദേഹം ബജ്രംഗ് ദൾ പ്രവർത്തകരെ അറിയിച്ചു ഇത്തരത്തിലൊരു മതപരിവർത്തനം നടത്തുന്നത്. അപ്പോഴാ പോലീസിനെ അറിയിക്കുകയല്ല. പോലീസിനെ അറിയിച്ചാൽ അത് കുറ്റകരമാണ്. നിർബന്ധിത മതപരിവർത്തനമാണെങ്കിലോ ആളുകളെ കടത്തുകയാണെങ്കിലോ മനുഷ്യക്കടത്തൊക്കെ കുറ്റകരമാണ്. നമ്മുടെ തൊടുപുഴയിലൊക്കെ അത്തരത്തിലൊരു കേസുണ്ടായിട്ട് ഒരു വൈദികനൊക്കെ അടക്കം അതിനകത്ത് പെട്ടിട്ടുണ്ട്. അത് വിദേശത്തേക്ക് മനുഷ്യക്കടത്ത് നടത്താൻ ശ്രമിച്ചതിനാണ്. ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഇതിൽ ഏറ്റവും എന്നെ ഞെട്ടിക്കുന്നൊരു കാര്യം, ഈ മൊഴികളൊക്കെ തന്നെ ഈ പെൺകുട്ടികളൊക്കെ തന്നെ മാറ്റിപ്പറയാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഇപ്പോൾ ഈ മാതാപിതാക്കളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി RPFലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ മനോഭാവം എന്തായിരിക്കും? അവരെന്തായിരിക്കും ഇവരെ പറഞ്ഞു കൊടുക്കുക? ഏത് രീതിയിലായിരിക്കും ഇവരെ സ്വാധീനിക്കുക എന്നുള്ളത് കണ്ടറിഞ്ഞ് കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത്തരം ലെവലുകളിലേക്കാണ് നമ്മുടെ ഇന്ത്യയിലെ ഒരു സിസ്റ്റം എത്തിയിട്ടുള്ളത് എന്നുള്ളത് നമ്മളെയൊക്കെ ഭയപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. കേസിൽ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങളാണ്. മനുഷ്യക്കടത്തും അതുപോലെ നിർബന്ധിത മതപരിവർത്തനവും ഒക്കെ. അതൊക്കെ മറ്റ് പല സ്റ്റേറ്റുകളിലൊക്കെ വലിയ കുറ്റമാണ്. നിർബന്ധിത മതപരിവർത്തനവും ഈ പറയുന്ന മനുഷ്യക്കടത്തും ഒക്കെ. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ, ഈ 4 പെൺകുട്ടികളും തന്നെ ഓൾറെഡി CSI സഭയിലേക്ക് ഈ പറയുന്ന സിറിയൻ കാത്തലിക്കായി അവർ ആ സഭയിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളതാണെന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പിന്നെ എങ്ങോട്ടാണ് മതം മാറ്റം എന്താണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇതിൽ വലിയ തോതിലുള്ള സമ്മർദ്ദം ഇപ്പോൾ ആ കുട്ടികളുടെ പുറത്ത് വരുന്നുണ്ട്. കാരണം അവരെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവരെ വേറൊരു സ്ഥാപനത്തിലേക്ക് മാറ്റി. അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ ചോദ്യം ചെയ്തു. അതിനുശേഷം ഇവരുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. മാതാപിതാക്കളുടെ അടുത്ത് ബജ്രംഗ് ദൾ പ്രവർത്തകരുടെയൊക്കെ വലിയ സമ്മർദ്ദമുണ്ട്. അപ്പോൾ അവരിൽ ആരെങ്കിലും മൊഴി മാറ്റി ഇത് ഞങ്ങളുടെ ഇഷ്ടപ്രകാരമല്ല, ഞങ്ങളെ നിർബന്ധിച്ച് കൊണ്ടുപോവുകയായിരുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്ന് ജാമ്യം കിട്ടാൻ സാധ്യതകൾ വളരെ വളരെ
കുറവാണ്. ചിലപ്പോൾ ഈ വീഡിയോ ഇറങ്ങുമ്പോഴേക്കും അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടാവും. പക്ഷേ ഞാനതിൻ്റെ സാധ്യത മാത്രമാണ് പറഞ്ഞത്. ഇതാണ് കാര്യം. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ ഇപ്പം തൊട്ടടുത്തുള്ള കർണാടകത്തിലും ഇത്തരത്തിലുള്ള ചില ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. മതപരിവർത്തനം ആരോപിച്ച് ചില ആക്രമണങ്ങൾ നടത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പല ഇഷ്യൂസും കഴിഞ്ഞ മെയ് 31 ഒഡീഷയിലെ മറ്റൊരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇന്നതെല്ലാം തന്നെ ദീപിക മുഖപ്രസംഗമാക്കി കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് 2014 2024 ഇടക്ക് തന്നെ 4136 വരുന്ന ആക്രമണങ്ങൾ ഈ പറയുന്ന ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. ക്രിസ്ത്യൻ ഇത്തരത്തിലുള്ള കന്യാസ്ത്രീകളിലേക്ക് വസ്ത്രം ധരിച്ചൊക്കെ തന്നെ പുറത്തിറങ്ങി നടക്കാൻ പോലും ഭയമാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടാതെ തന്നെ ആ ദീപിക മുഖപ്രസംഗത്തിൽ പറയാത്ത കാര്യങ്ങൾ തന്നെ ഷിബിലി അറിയേണ്ടത് കർണാടകത്തിൽ സംഭവിച്ചിട്ടുണ്ട്, മറ്റു പല സ്റ്റേറ്റുകളിൽ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ ഇനിയും ഇതുപോലെ തന്നെ കൂടിക്കൊണ്ടിരിക്കും. കാരണം ഇതിൻ്റെയൊക്കെ അവസ്ഥ വളരെ മോശമായിട്ട് വർഷങ്ങളായി നാളുകളായി എന്നുള്ളത് കറക്റ്റാണ്. സാർ, ഇപ്പം നമ്മളിത് കേരളത്തിലെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ BJP കേരളത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തെ അവരിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ പലപ്പോഴും ആളുകൾ പറയുന്നതാണ് കേരളവും ഗോവയും കഴിഞ്ഞാൽ ക്രിസ്ത്യൻസിനോടുള്ള BJPയുടെ സംഘപരിവാറിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ അവർക്കൊരു തിരിച്ചടിയാവില്ലേ? അല്ല, കേരളത്തിൽ അത് തിരിച്ചടിയാവും ഷിബിലി. പക്ഷെ ഓരോ സംസ്ഥാനത്തും അവരവരുടെ നിലനിൽപ്പ് തന്നെ നോക്കിയല്ലേ പറ്റുള്ളൂ. ഇപ്പോൾ ഓരോ സംസ്ഥാനത്തും ഇത്തരത്തിലുള്ള ഇപ്പം നമ്മളൊരു കാര്യം കൂടിയുണ്ട്. ആളുകളൊന്നും മൂപ്പിച്ച് വല്ല വികാരത്തള്ളിച്ചയിലേക്ക് എത്തിച്ചതിന് ശേഷം പിന്നെ അത് അവർക്ക് പോലും കൺട്രോൾ ചെയ്യാനൊന്നും പറ്റണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ബജരംഗ് ദളിൻ്റെ ആളുകൾ നാളെ രാവിലെ വിളിച്ചിട്ട് ഇതൊന്നും ചെയ്യരുത്, നാളെ മുതൽ നമ്മൾ കേരളത്തിൽ ഭരണം പിടിക്കാനുള്ളതാണ്, അതുകൊണ്ട് ക്രിസ്ത്യൻസിൻ്റെ വോട്ട് വേണം എന്ന് പറഞ്ഞാൽ അവരൊന്നും ചെയ്യാതിരിക്കില്ല. കാരണം അവിടേക്കുള്ള വളരെ ജെനുവിൻ ആയിട്ടുള്ള സാധാരണക്കാരായ ആളുകളുടെ മനസ്സിലേക്ക് ഇത്തരത്തിൽ നമ്മുടെ ഹിന്ദുക്കൾ ഇല്ലാതായി പോകുന്നു, മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയുള്ള വലിയ തോതിലുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് കടത്തിവിട്ടിട്ടുണ്ട്. ആ കടത്തി വിട്ടതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം നിർത്തൂ എന്നൊന്നും പറഞ്ഞാൽ ആരും കേൾക്കില്ല. അങ്ങനെ മാനസികമായിട്ടുള്ള ഒരു വിഭജനം ഇപ്പം ഛത്തീസ്ഗഡിലും പ്രത്യേകിച്ചും ഒഡീഷ പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായി കഴിഞ്ഞു. ആ ഉണ്ടായതിൻ്റെ ഗുണം തീർച്ചയായിട്ടും BJPക്ക് അത്തരം സംസ്ഥാനങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. ഛത്തീസ്ഗഡിലും കിട്ടിയിട്ടുണ്ട്, ഇപ്പോൾ ഒഡീഷയിലും കിട്ടിയിട്ടുണ്ട്. ഒഡീഷയിൽ കഴിഞ്ഞ തവണ ഇപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല നവീൻ പട്നായിക്ക് തോറ്റു പോകുന്നു. പക്ഷെ നവീൻ പട്നായിക്ക് തോക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇനി അതങ്ങനെ പിടിച്ചു നിൽക്കലൊന്നും എളുപ്പമുള്ള കാര്യം അല്ല. ഇപ്പം ഷോൺ ജോർജും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരവും ഒക്കെ ഇടപെട്ട് ഇപ്പം ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയുമായിട്ടും അതുപോലെ ആഭ്യന്തരമന്ത്രിയുമായിട്ടും അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടൊക്കെ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പം FIR പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് രണ്ട് സിസ്റ്റേഴ്സ് നേരിട്ടിട്ടുള്ളത്. ഷിബിലി ഒന്ന് ആലോചിച്ച് നോക്കണം. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്നറിയോ ഷിബിലി? ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം മതം മാറ്റം എന്നൊക്കെ പറയുന്നത് ഈ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇല്ലയെന്ന് കണ്ണടച്ചിട്ടൊന്നും കാര്യം ഇല്ല. എന്താണ് കാര്യം? ഇപ്പം ഞാൻ പഠിച്ചത് ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ്. ഞാൻ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ പഠിച്ചതിന് ശേഷം എനിക്കറിയാം 4-ാം ക്ലാസ്സിൽ ഞാൻ വിട്ടുപോരുമ്പോൾ പോലും എന്നെ എല്ലാ ദിവസവും, ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, എന്നെ എല്ലാ ദിവസവും തന്നെ അവിടുത്തെ ചർച്ചയിൽ കൊണ്ടുവരുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അതൊന്നും മതം മാറ്റാൻ വേണ്ടിയിട്ടില്ല. പക്ഷെ അതിനുശേഷം ആ സിസ്റ്റർക്ക് എന്നോട് ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ 4-ാം ക്ലാസ് വിട്ടു പോകുമ്പോൾ, നിങ്ങൾ പറഞ്ഞാൽ ഒരുപക്ഷെ വിശ്വസിക്കില്ല, തള്ളാണെന്നൊക്കെ ആളുകൾക്കൊന്നും, എൻ്റെ അമ്മ സാക്ഷിയാണ്, ആ സിസ്റ്റർ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട് ഞാൻ സ്കൂളിൽ നിന്ന് പോകുന്നതുകൊണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള സിസ്റ്റേഴ്സാണ് ഇതെല്ലാം. പക്ഷേ ഈ മതം മാറ്റം എങ്ങനെ നടക്കുന്നു എന്ന് വെച്ചാൽ കേരളം വിട്ട് മറ്റ് നിരവധി സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ മണിപ്പൂരിൽ എങ്ങനെയാണ് ക്രിസ്ത്യൻസിൻ്റെ നമ്പർ കൂടിയത്, എങ്ങനെയാണ് ഒഡീസയിൽ ഇത് കൂടിയത്, എങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരം നമ്പറുകൾ കൂടുന്നുണ്ട്. പലപ്പോഴും ഇത് കണക്കിൽ പോലും വരുന്നില്ല. എന്താണെന്നറിയാമോ? ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബുമായിട്ടുള്ള ആദിവാസി ഗോത്രവർഗ മേഖലയിൽ ആരാലും പരിഗണിക്കപ്പെടാതിരുന്ന ആളുകളെ ഇവർ ശുശ്രൂഷിക്കാൻ വേണ്ടി ചെല്ലുന്ന ഒരു വലിയ വിഭാഗമാണ് ഈ പറയുന്ന ക്രിസ്ത്യൻ മിഷണറിമാരെന്ന് പറയുന്നത്. അപ്പോൾ അവർ ഇപ്പം സ്റ്റാൻ സ്വാമി അടക്കമുള്ള ആളുകൾ ഇങ്ങനെ പ്രവർത്തിച്ചിരുന്നതാണ്, ജയിലിൽ കിടന്ന് മരിക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഇങ്ങനെ സഹായിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ പ്രാർത്ഥനകളിൽ അവർ പങ്കെടുക്കുകയും പതുക്കെ അവർക്ക് ഈ മതത്തോടൊരു അനുഭവം വരികയൊക്കെ ചെയ്യും. അതിൻ്റെ കാര്യം എന്താ? കാര്യം എന്ന് പറയുന്നത് ഹിന്ദു മതത്തിൽ നിൽക്കുന്ന ഈ കാസ്റ്റ് സിസ്റ്റം, ആ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ എല്ലാവിധ കുഴപ്പങ്ങളും അവർ അനുഭവിക്കുകയാണ് എന്ന് മാത്രമല്ല, ഉയർന്ന ഈ പറയുന്ന പോലെ സവർണ മനോഭാവമുള്ള ആളുകൾ അവരെ ആട്ടിപ്പായിക്കുകയും അവരോടൊരു ദയയും കാണിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഷിബിലി അറിയേണ്ടത് ഇതുപോലെയുള്ള ക്രിസ്ത്യൻ മിഷണറിമാർ അവിടെ ചെന്ന് അവരോടൊപ്പം ഉറങ്ങിക്കിടന്ന് അവരോടൊപ്പം അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മേൽഗതി ഉണ്ടാകാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അത്തരം മതവിശ്വാസങ്ങളോടൊരു ആരാധന തോന്നിയേക്കാം. അല്ലാതെ ഇത് നിർബന്ധിത മതപരിവർത്തനമാണ് എന്നൊന്നും നമ്മൾ പറയേണ്ടതല്ല. പക്ഷെ എന്നിട്ട് പോലും
ഷിബിലി അറിയേണ്ടത് ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ എടുത്തു വെച്ചാൽ നമ്മൾ കഴിഞ്ഞ തവണ ക്രിസ്ത്യൻ മുസ്ലിംസിൻ്റെ ഒക്കെ വർധനവൊക്കെ കാണിച്ചു. പക്ഷേ ക്രിസ്ത്യൻസിൻ്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു വർധനവ് ഉണ്ടായിട്ടില്ല. പക്ഷെ അത് ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം അത് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? ഇത്തരത്തിലുള്ള നിരവധി കൺവേർഷനുകൾ തന്നെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് പോലെയുള്ള സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്, മേഖലകളിൽ നടന്നിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞാലുള്ള കുഴപ്പമെന്താണെന്ന് അറിയാമോ? ചിലപ്പോൾ ഇവരുടെ സംവരണവും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വലിയ പ്രശ്നം വരും. അതുകൊണ്ടാണ് അത് അറിയാത്തത്. ഇപ്പോൾ ഈ ഇഷ്യൂ വലിയ ചർച്ചയായിരിക്കാണ് കേരള രാഷ്ട്രീയത്തിൽ. ഇതിലിപ്പോൾ സഭകൾ എന്ത് തീരുമാനം എടുത്തത് എന്താണ്? അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ബാക്കിയുള്ള സംഘടനകൾ, ക്രിസ്ത്യൻ സംഘടനകളൊക്കെ ഇത് ഏറ്റെടുത്തത്? അല്ല, സഭകൾ മഹാഭൂരിപക്ഷവും തന്നെ വലിയ തോതിൽ വിഷമത്തിലാണ്. ഇപ്പം ഇന്ന് ദീപിക പത്രത്തിൽ കൃത്യമായിട്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യം, കേരളം വിട്ടാൽ ഞങ്ങൾ വലിയ അരക്ഷിതരാണെന്നും ഇത്തരം വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ പോകാൻ തന്നെ കഴിയാത്തൊരവസ്ഥയാണ് എന്നുള്ളതൊക്കെ ഉണ്ട്. നമ്മളിവിടെയൊക്കെ ഷിബിലി ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഒരു കന്യാസ്ത്രീയെ കണ്ടാൽ അല്ലെങ്കിൽ ഒരു പള്ളിയിലച്ഛനെ കണ്ടാൽ ഇപ്പം നമ്മൾ ആ മതവിശ്വാസിയാണോ അല്ലേ എന്നൊന്നും നോക്കിയിട്ടില്ല. നമുക്ക് എല്ലാവർക്കും തന്നെ അവരോട് വലിയ തോതിലുള്ള ബഹുമാനം ഉണ്ട്. അത്തരത്തിലുള്ളൊരു കൾച്ചറാണ് ഇവിടെ നിലനിൽക്കുന്നതെങ്കിൽ നേരെ തിരിച്ച് ഈ പറയുന്ന ആളുകളെയൊക്കെ വലിയ സംശയത്തോടു കൂടി നോക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഉത്തരേന്ത്യ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ എത്തിക്കഴിഞ്ഞത് കൊണ്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അവർക്കുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇത് ദീപിക തന്നെ പറയുന്നത് ഇവിടെ കേരളത്തിൽ പ്രശംസാപത്രവും അവിടെ കുറ്റപത്രവും നൽകുന്നു എന്നാണ് ദീപിക പറഞ്ഞേക്കുന്നത്. പിന്നെ ഏറ്റവും കൃത്യമായൊരു അഭിപ്രായം പറഞ്ഞേക്കുന്നത് യോഹന്നാർ മാൻ മിൽറ്റിയോസ് എന്ന് പറയുന്ന തൃശ്ശൂർ ഓർത്തഡോക്സ് സഭയുടെ തൃശ്ശൂർ മദ്രാസ് സേനാധിപനാണ്. അദ്ദേഹം പറഞ്ഞേക്കുന്ന അഭിപ്രായം എന്ന് പറയുന്നത് കളിയാക്കിക്കൊണ്ടാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായാലും കുഴപ്പമില്ല, ഇടയ്ക്ക് നമ്മളെ ഡൽഹിയിൽ വിളിച്ചൊന്ന് അംഗീകരിച്ചാൽ പോരെ എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ വിളിച്ച് കേക്ക് പൈനൊക്കെ തന്നൊരു ചർച്ച നടത്തിയാൽ പോരെ, ഇതുപോലെ സഭകൾക്കൊക്കെ വലിയ പ്രശ്നമുണ്ടായാലും കുഴപ്പമില്ലല്ലോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചേക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് രണ്ട് തരത്തിൽ പ്രശ്നമുണ്ട്. ഒന്ന്, കേരളത്തിൽ BJP ഇത് വലിയ തിരിച്ചടിയാണ്. കാരണം BJP കാസയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിലൊരു ഇൻട്രോഡ്സ് ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ എങ്കിലും ഷിബിലി, ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഇതുകൊണ്ട് BJPക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. കാരണം ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് എന്ത് ചെയ്യും, ജാമ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ മറന്നു പോകും. ഇവിടെയുള്ള മറ്റേ ക്രിസ്ത്യൻ മതവിഭാഗത്തിൻ്റെ ഉള്ളിൽ ഒരു മുസ്ലിം മതസമുദായം തന്നെ വലിയ തോതിൽ ശത്രുക്കളാണെന്നും അവർ ഇതൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണെന്നൊക്കെയുള്ള ലെവലിലുള്ള ഒരു സ്പർദ്ധയും ഒരു വിള്ളലും ഒക്കെ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതുകൊണ്ട്, ഇപ്പോൾ മണിപ്പൂരിൽ പ്രശ്നമുണ്ടായതുകൊണ്ട് ഒന്നും തന്നെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കാതിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയമായി താൽക്കാലികമായിട്ടുള്ള തിരിച്ചടികളാണ്. ഇപ്പോൾ ഇതിന് മറുപടി പറയാനായിട്ട് ഷോൺ ജോർജ് മുതൽ രാജീവ് ചന്ദ്രശേഖരൊക്കെ ബുദ്ധിമുട്ടുമെന്നുള്ളത് ഒഴിച്ചു വെച്ചാൽ ഞാൻ പറയുന്നൊരു കാര്യം, ഇത് ലോങ് ടൈമിലേക്ക് അത്ര വലിയ പ്രശ്നമൊന്നും BJPക്ക് ഉണ്ടാക്കാൻ സാധ്യതയില്ല. കാരണം ഭരണവർഗത്തോട് പലപ്പോഴും അടുത്ത് നിൽക്കാൻ ഇത്തരം സഭകളൊക്കെ തന്നെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു കാര്യം ദീപിക പറഞ്ഞത് കൃത്യമായി നമ്മൾ വായിക്കണം. കേരളം വിട്ടാൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഈ വേഷമിട്ട് സഞ്ചരിക്കാൻ പോലും ഭയമാണ്. അത്രമാത്രം അരക്ഷിതരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.